ഹലോ, വെൽക്കം ടു സ്നേഹ ടേസ്റ്റ് റീൽസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുണ്ടയ്ക്ക തീയൽ. നമ്മൾ നടാതെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ കിളിക്കുന്ന ഒരു ചെടിയാണ് ചുണ്ടയ്ക്ക. ഈ കാണുന്നതാണ് ചുണ്ടയ്ക്ക ചെടി. ഇതിൽ നിന്ന് ഞാൻ പറിച്ചെടുക്കുന്ന പച്ച നിറത്തിലെ കുഞ്ഞിക്കായാണ് ചുണ്ടയ്ക്ക. ഈ ചുണ്ടയ്ക്ക ആനച്ചുണ്ടനെന്നും പുത്തരി ചുണ്ടനെന്നും പറയാറുണ്ട്. ഇതാണ് പഴുത്ത ചുണ്ടയ്ക്ക. ഇത് കറക്കെടുക്കാറില്ല. അപ്പം നമ്മളതൊക്കെ കളഞ്ഞിട്ട് പച്ചയായിട്ടുള്ള കാ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ പറിച്ചെടുത്ത ചുണ്ടയ്ക്ക എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്ത ചുണ്ടയ്ക്ക എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് 3-4 വട്ടം കഴുകി അതിൻ്റെ അകത്തുള്ള ചെറിയ അരിയെല്ലാം കളയണം, ഇല്ലെങ്കിൽ കയ്പ്പ് വരും. ഇന്ന് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന ശേഷം അതിലേക്ക് ചുണ്ടയ്ക്ക ചേർക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിൽ തേങ്ങ തിരുമിയതും വറ്റൽമുളകും മല്ലിയും കൂടെ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം പുളിയിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഈ അരപ്പ് ചുണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. കറി കുറുകി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, ചുണ്ടയ്ക്ക തീയൽ റെഡി. ഇത് ചൂട് ചോറിനോടൊപ്പം ചൂടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്